അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചതടക്കം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ പോലീസ് മർദ്ദനങ്ങളിൽ അതിക്രമം എന്ന് പറയുന്നതാണ് കുറെ കൂടെ നല്ല വാക്കെന്ന് തോന്നുന്നു. ആ അതിക്രമങ്ങളിൽ ആഭ്യന്തര വകുപ്പ് ഗൗരവമായി ഇപ്പോൾ ഇടപെടുകയാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനത്തിൽ 3 പേരെ കൂടി പ്രതിയേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് ഇന്ന് നൽകി. തൊടുപുഴയിലെ ലാത്തിച്ചാർജിലും അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കണ്ണൂർ പഴയങ്ങാടിയിൽ നവകേരള സദസ്സിനിടെ നടന്ന പോലീസ് മർദ്ദനത്തിലും നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കർശന നടപടി ഉണ്ടാകുമെന്നും കൂടുതൽ പരാതികൾ വന്നാൽ നടപടി സ്വീകരിക്കുമെന്നും പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. അനന്തകൃഷ്ണൻ തിരുവനന്തപുരങ്ങളുമായി. അനന്തൻ, ഇന്നിപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി ആദ്യമായി നടാടെ പങ്കെടുക്കുകയാണ്. അദ്ദേഹം നേരത്തെ പങ്കെടുത്തിട്ടുള്ളത് ആദ്യം ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിലെ കുറച്ച് കാലയളവിലാണ്. പക്ഷേ ഇന്ന് SP റാങ്കിന് മുകളിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞോ? അതാണല്ലോ വളരെ പ്രധാനം. കാരണം നാട്ടാർ കാണെ തലയടിച്ച് പൊട്ടിക്കുന്ന, അതാർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ലോ. പോലീസ് മാറുമോ, മുഖം മിനുക്കുമോ, രക്ഷാപ്രവർത്തനം ഇനിയും ഉണ്ടാകുമോ? രതീഷ്, ഈ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരെ കഴിഞ്ഞ പിണറായി സർക്കാർ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഒരു വൈകാരിക പ്രകടനം യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഭൂരിപക്ഷം കിട്ടി UDF അധികാരത്തിൽ വരും എന്ന ഘട്ടത്തിൽ. അപ്പോൾ സർക്കാർ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ തന്നെ ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണമാണ്. അത് നേരത്തെ തന്നെ കോടതി പുനരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഒരു പ്രതികാര നടപടിയല്ല, കോടതി പറഞ്ഞതുകൊണ്ട് ഒരു പുനരന്വേഷണം എന്ന മട്ടിൽ തന്നെയാണ് സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത്. പക്ഷേ അതിനുശേഷം പുതിയ ഒരുപാട് പരാതികൾ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് ലാത്തിച്ചാർജ്, അതിനൊപ്പം തന്നെ DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമം, അപ്പോൾ ഇതെല്ലാം പുതിയ പരാതികളായിട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലീസ് ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയപ്പോൾ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, ഇങ്ങനെ പുതിയ പരാതികൾ വന്നാൽ എന്താണ് നടപടി എന്നുള്ളത്, അതോ ആലപ്പുഴയിലെ മാത്രമായിട്ട് ഒതുങ്ങുമോ എന്നുള്ളത്. അപ്പോൾ കൂടുതൽ പരാതികൾ വന്നാൽ അതെല്ലാം പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് തൊടുപുഴയിൽ 2022 നടന്ന സംഭവമാണ്. അത് വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. അതിൻ്റെ ഭാഗമായി തൊടുപുഴയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. അപ്പോൾ ഒരു പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേറ്റു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയിട്ടും കേസൊന്നും എടുത്തില്ല. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയും വീഴ്ച പോലീസിന് സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ നടപടിയൊന്നും എടുത്തില്ല. അതിലാണിപ്പോൾ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്ന പോലീസിന്റെ ആക്ഷനുകൾ, അതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള ആലോചനകൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് ആസ്ഥാനത്തെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അപ്പോൾ ആ യോഗത്തിൽ പല പുതിയ ആശയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ആഭ്യന്തര വകുപ്പ്.